ഹായ് ഫ്രണ്ട്സ്, ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാൾഡ്രോപ്പ് ഡിസൈനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക, മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്ഷൻ നമ്മൾ ഏത് കളറാണോ നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് വുഡാൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ആ വുഡാൻ കളർ ഇപ്പോൾ കണ്ടോ ഒരു 3 ഇഞ്ച് നമുക്ക് കാണുന്ന ലെവലിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഡോറുകളും ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടാണ് പോവുക. സാധാരണഗതിയിൽ നമ്മൾ സെക്ഷൻ കാര്യങ്ങളൊന്നും കാണാതെ കൂടുതലായിട്ടും ഡോറ്, അതായത് ഷീറ്റ് കവറാവുന്ന രീതിയിൽ അലൂമിനിയം പുറത്ത് കാണാതെയുള്ള ഡിസൈനാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇപ്പോൾ കൂടുതലായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട അതിൻ്റെ റാക്കും കാര്യങ്ങളൊക്കെ അടിച്ചാണ്. അതിൻ്റെ ഉള്ളിൽ ലോക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തട്ടൊക്കെ PVC തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ പറയുന്നുണ്ട്. നമ്മളെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ 2 ഐറ്റം മെറ്റീരിയലാണ് ഇതിൻ്റെ ഫ്രെയിമിൽ വരുന്നത്. താഴത്തെ ഫ്രെയിം പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇഞ്ച് അലൂമിനിയാണ് വരുന്നത്. 3:1 എന്ന സെക്ഷനാണ് നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ആ വൈറ്റ് കാണുന്നത് 1:4 സെക്ഷനാണ് കേട്ടോ വരുന്നത്. നമ്മൾ ഈ വൈറ്റ് കളർ കാണുന്ന 1:4 എന്ന സെക്ഷനിലാണ് നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡോർ അതിൽ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്രയും സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതിൽ ഉൾവശത്തായിട്ട് നമ്മൾ വുഡ് റീപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1:4 സൈസിൽ നമുക്ക് റീപ്പർ കിട്ടും. അത് അതിൻ്റെ ഉൾവശത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉൾവശത്തായിട്ട് റീപ്പർ ഇടുന്നതും അതേപോലെ ഇതിൻ്റെ ഡോർ സെറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ 3 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ 3 ബെഡ്റൂമിൽ നമുക്ക് വാൾഡ്രോപ്പ് സെറ്റ് ചെയ്യാനുണ്ട്. അതിൽ ഒരു റൂമിൽ മാത്രം കുറച്ച് വലുപ്പത്തിൽ അതിൻ്റെ മേക്കപ്പ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. ബാക്കി 2 റൂമിൽ ഈ സൈസിലേ വരുന്നുള്ളൂ. അതിനോട് തൊട്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ മേക്കപ്പ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഡൗട്ടായിരിക്കും, നമുക്ക് ഇതിനെങ്ങനെയാണ് എക്സ്പെൻസ് വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതിനപേക്ഷിച്ച് ഇതിന് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ടാവും. അത് സാധാരണഗതിയിൽ കൂടുക തന്നെയാണ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പുറത്ത് കാണുന്ന 3 ഇഞ്ച് സെക്ഷൻ കണ്ടോ, ഈ 3 ഇഞ്ച് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഏകദേശം ഒരു 1000 രൂപയുടെ എടുത്ത് വരുന്നുണ്ട്. ഒരു 3:1 സെക്ഷന് റേറ്റ് വരുന്നുണ്ട്. അഡീഷണൽ നമ്മൾ പിന്നെയും 1:4 സെക്ഷനാണ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ 1:4 മാത്രം സെക്ഷനാണ് ഉപയോഗിക്കല്. അതിൻ്റെ മേൽവശത്തോട്ടാണ് നമ്മൾ ഇത് കയറി ഇരിക്കുക ഡോറ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോസ് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വാൾഡ്രോപ്പ് ഇതിൻ്റെ മുന്നേ ചെയ്തിരിക്കുന്നതൊക്കെ ഈ 1:4 സെക്ഷൻ വെച്ചത് മാത്രം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ക്രോക്കറി യൂണിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ വാൾഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തട്ടടിക്കാൻ വേണ്ടിയിട്ട് ചാനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നടുക്കിൽ കാണുന്ന ഒരു ലോക്കറാണ് കേട്ടോ. അപ്പോൾ ലോക്കറിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചാനൽ അഡീഷണൽ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് തട്ടായിട്ട് ഉപയോഗിക്കുന്നത് PVC ഷീറ്റാണ് കേട്ടോ. PVC ലാമിനേറ്റഡ് ഷീറ്റാണ്. അപ്പോൾ ഈ റൂമിൽ തന്നെ വരുന്ന ഒരു മേക്കപ്പ് ടേബിളാണ് കേട്ടോ. 2 റൂമിൽ അഡീഷണൽ നമ്മൾ മേക്കപ്പ് ടേബിൾ ചെയ്യുന്നുണ്ട്. ഒരു റൂമിൽ ഈ വാൾഡ്രോപ്പും തന്നെ ഇൻക്ലൂഡായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതെ. ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് കാണിക്കാത്തത്. ഇത് ചുമരൊക്കെ നമ്മൾ വാൾ പാനലൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. അതേപോലെ ഒരു വാഷ് ബേസിൻ അവിടെ അതിൻ്റെ യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ കിച്ചണിൽ നമ്മൾ പ്ലെയിനായിട്ട് നമുക്കൊരു ഏരിയ തന്നാണ്. ഇതിൽ നമ്മൾ തന്നെ അലൂമിനിയം കൊണ്ട് ഫ്രെയിം അടിച്ച് സ്ലാബൊക്കെ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഘട്ടങ്ങളായിട്ടുള്ള വീഡിയോസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിന് ശേഷം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്തടുത്ത വീഡിയോസുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക.
എന്നാൽ നമ്മളെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാൾഡ്രോപ്പിൻ്റെ ഇടതുവശത്തായിട്ട് എന്താണ് ചുമരിലോട്ട് മുട്ടിക്കകത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇനി വേറൊരു ഈ വീടിൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു തടിയിൽ പണിത ഒരു വാൾഡ്രോപ്പ് പഴയത് ഇരിക്കുന്നുണ്ട്, അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ ഈ ഒരു വാൾഡ്രോപ്പ് ചുമരിൽ മുട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തും ഒരു വാൾഡ്രോപ്പ് വരുന്നുണ്ട്, അത് അവരുടെ പഴയ വീട്ടിലത്തെയാണ്. അപ്പോൾ അത് പോളിഷ് ചെയ്ത് വെക്കാനൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ചുമര് മൊത്തം ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ റാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കബോർഡിൻ്റെ റാക്ക് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ തട്ടാണ് നമ്മളിതിൽ, അതായത് ഫ്രെയിമുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരുന്നു. തട്ടായിട്ട് ഷീറ്റ് PVC തന്നെ വരുന്നത്. അതായത് നമ്മളിതിൻ്റെ ഡോറിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ തട്ടായിട്ടും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആയിട്ട് അവിടെ കിടന്നോളൂ കേട്ടോ. അതായത് വെള്ളം തട്ടിയ പ്രശ്നമല്ല, അതേപോലെ ചെതൽ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് അതേപോലെ ഇപ്പോൾ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ ഉണ്ടാകും. ഈ വാൾഡ്രോബിൻ്റെ ഉൾവശത്തായിട്ട് 2 തട്ട് നമ്മൾ കുറച്ച് ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഷർട്ട് തൂക്കാനും ഒന്ന് സാരി കാര്യങ്ങളൊക്കെ തൂക്കിയിടാനും പറഞ്ഞിട്ട് ക്ലൈൻറ്റ് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇതിൻ്റെ ചുമര് നമ്മൾ പാനൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പാർട്ടി ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യാത്തത്, കാരണം അത്രയും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ചുമര് പാനൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഷീറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അത് ചുമര് പാനൽ ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ ഒരു ബെഡ്റൂമിലും ചുമര് പാനൽ ചെയ്തിട്ടില്ല. നമ്മളിതിൻ്റെ മുന്നേ വീഡിയോസ് ഇട്ട സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെന്താ പാനൽ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ റേറ്റ് പറയുന്ന സമയത്ത് കസ്റ്റമറിന് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഒരു ചുമര് മൊത്തം അടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ചിലപ്പോൾ ഒരു ഷീറ്റിൻ്റെ മേലെ നമുക്ക് വരും. അപ്പോൾ ഒരു ഷീറ്റിന് നമ്മളെന്തായാലും ഒരു 10,000-2000 രൂപയുടെ അടുത്ത് വന്ന് 1.5 ഷീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റായി. പിന്നെ അത് ഒട്ടിക്കേണ്ട സിലിക്കോണും കാര്യങ്ങളും വേറെ, നമ്മളെ ലേബർ ചാർജ് വേറെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വാൾഡ്രോപ്പിന് അത് അഡീഷണൽ വരികയാണ്. അപ്പോൾ അവിടെ ഈ വെള്ളത്തിൻ്റെ കിനിലോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ പെയിൻറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കുമ്പോഴാണ് അത് ചെയ്യാതെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അത് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇനി പിന്നീട് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വാൾഡ്രോപ്പിൽ മാത്രം നമ്മൾ മേക്കപ്പ് ടേബിൾ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് അല്ല. അപ്പോൾ അതിൽ വരുന്ന ഒരു മിറർ യൂണിറ്റാണ് കേട്ടത്. അതിൽ 2 തട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യുന്നൊരു മോഡലാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മേൽവശത്താണ് വരുന്നത്. ഇതാ ഈ ഒരു ചുമര് ഏരിയയിൽ നമ്മൾ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വാൾഡ്രോപ്പ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വില പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മോശമാണ്. അപ്പോൾ പലരും ഇനി കമൻ്റായിട്ട് ഇതിൻ്റെ വില എത്ര, എങ്ങനെ, ഏതാണെന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാനതിന് റീപ്ലൈ കൊടുത്തിട്ട് വേണം. അപ്പോൾ അതിനെക്കാളും നല്ല ഇതിൻ്റെ വില ഞാനാണ്ട് പറയുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന ഏകദേശം ഈ സൈസിൽ സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ 46 രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. അതായത് ലേബർ ചാർജ് അടക്കം 46 രൂപയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ചാർജ് വരുന്നത്. അത് പലരും പല രീതിയിലും ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ എന്നെക്കാട്ടും ചിലപ്പോൾ കുറവിലാവും ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ എന്നെക്കാട്ടും റേറ്റ് കൂടുതലായിട്ടാവും ചെയ്യുന്നുണ്ടാവുക. അത് ചിലപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കുറച്ച് മെറ്റീരിയൽ അവർ കൂടുതലായിട്ട് അതിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പല മെറ്റീരിയൽ അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും വിട്ടിട്ടാവില്ല ചെയ്യുന്നുണ്ടാവുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞിട്ട് വരാം. അപ്പോൾ നമുക്കിതിൽ റേറ്റ് വന്നിരിക്കുന്നത് 46 രൂപയാണ് ഇതേപോലത്തെ ഒരു വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. പലരും ചിലപ്പോൾ ഒരു അലൂമിനിയം ഫാബ്രിക്കേറ്ററെ വിളിച്ചിട്ട് ഇത് മെഷർമെൻ്റ് എടുത്തിട്ട് റേറ്റ് നോക്കുന്ന സമയത്ത് റേറ്റ് ചിലപ്പോൾ കൂടുതലാവാം കുറവാകും. അതിനൊക്കെ മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ KGയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അല്ലെങ്കിൽ ഇതിലുപയോഗിക്കുന്ന ഹിഞ്ചസിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അത് നമുക്ക് ഹിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SS-ൻ്റെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമൽ ഉപയോഗിക്കാം, സോഫ്റ്റ് ക്ലോസർ ഉപയോഗിക്കാം. നമ്മളിതിൽ SS-ൻ്റെ സോഫ്റ്റ് ക്ലോസർ ഹിഞ്ചസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ അലൂമിനിയം ആണെങ്കിൽ അത്യാവശ്യം KG ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ വില നോക്കുന്ന സമയത്ത് ചിലപ്പോൾ റേറ്റ് നമ്മളതിൽ കൂടും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറയും. അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ അപേക്ഷിച്ചാണ്. ചിലപ്പോൾ ഇതിനെക്കാട്ടി
കനം കൂടിയ അലൂമിനിയം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇനിയും നമുക്കിതിന് റേറ്റ് കൂടും. അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞില്ല, ചുമര് വാൾ പാനലൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെയും കൂടും. അപ്പോൾ ചിലവർ അതും കൂടിയും കൂട്ടിയിട്ടായിരിക്കും റേറ്റ് പറയുക. അപ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി ഞാൻ പറയണേക്കാട്ടും റേറ്റ് കൂടുണ്ടാവും. അപ്പോൾ ഞാൻ നമ്മളുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവരത് മതിയെന്ന് പറഞ്ഞതിന് ശേഷമുള്ള റേറ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വാൾ പാനലും കൂടിയും പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പോൾ 46 എന്നുള്ളത് 50 രൂപയുടെ അടുത്താവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കാലത്ത് ഇത് കംപ്ലൈൻറ്റ് വരില്ല. കാരണം അത്രയും നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഹിഞ്ചസ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ വുഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ഐറ്റം സിലിക്കോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷീറ്റാണെങ്കിലും നല്ല കമ്പനിയുടെ മിറാക്കിയുടെ ഒക്കെ ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിറാക്കിയുടെ ഷീറ്റ് വരുന്നുണ്ട്, സർവേഷിൻ്റെ ഷീറ്റ് വരുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല ബ്രാൻഡ് ഷീറ്റുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇതിൽ വരാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ തട്ടാണെങ്കിലും അതിൻ്റെ അടിവശത്തൊക്കെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് നിലത്ത് TKTയുടെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്, ഫൈബർ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. കിനിവും നനവൊന്നും നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുമ്മേ ഇനി കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാനില്ല. കുറേ കാലത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും, ഒരു പ്രശ്നം വരില്ല. പിന്നെ ഡോറ് ഒരു കാലത്തും തൂങ്ങില്ല, അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. തൂക്കം വരില്ല. പലരും നേരിടുന്നൊരു പ്രശ്നമാണ് ഡോറ് തൂങ്ങി, അങ്ങനത്തെയുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും ഈ വാൾഡ്രോപ്പിൽ വരാൻ പോകുന്നില്ല. അപ്പോൾ ഉള്ളത് സ്ട്രോങ് ആയിട്ട് ചെയ്തു വരുമ്പോൾ ഈ റേറ്റ് വരും. ഇനി ഇതിൽ കുറഞ്ഞിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റേതായ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഉള്ളത് ഗ്യാരണ്ടിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്കതിന് കിട്ടും. ഇപ്പോൾ നമ്മളിതിൽ സോഫ്റ്റ് ക്ലോസർ ഇഞ്ചസാണ് കണ്ടോ, അത് ഇങ്ങനെ വലിച്ചടക്കുകയാണെങ്കിൽ അത് അങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് പോയിട്ട് ആ ഡോർ അടയ്ക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ടൈപ്പ് ഇഞ്ചസാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറെ അറിയാൻ കഴിയും, അത് പോയിട്ട് ടെക് എന്ന് പറഞ്ഞ് പോയിട്ട് അടയും. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ നമ്മളെ വോയിസ് മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് എൻ്റെ മുഖം കാണിക്കാൻ പറ്റാതെ വന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ വർക്ക് ചെയ്ത് അത് ഫിനിഷായി. എൻ്റെ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, കുറച്ച് ഇത് അലൂമിനിയം ഹാൻഡിൽ പ്രൊഫൈലാണ് കേട്ടോ. ഈ റൂമിൽ നമ്മൾ സെപ്പറേറ്റ് മേക്കപ്പ് ടേബിളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമർ ഡിസൈൻ ചെയ്തതാണ്, അതായത് അവർ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ലെവലിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. നമ്മൾ ഈ ചുമര് പാനൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു TKT പ്രിൻ്റ് പോലത്തെ, അതായത് വുഡ് ആൻഡ് കളർ പ്രിൻ്റ് വരുന്ന ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്, PVC ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാനൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ലൈക്ക് തരിക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.